ഇലക്ട്രിക് വെഹിക്കിൾ നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കാൻ ഭൂമി തേടി ടെസ്ല. കഴിഞ്ഞ ദിവസമാണ് ടെസ്ല ഇന്ത്യൻ വിപണിയിലേക്ക് വരുന്നുവെന്ന വാർത്ത പുറം ലോകം അറിഞ്ഞത്. അതിനു പിന്നാലെയാണ് രാജ്യത്ത് പ്രവർത്തനം തുടങ്ങാനുള്ള നീക്കങ്ങൾ മസ്കിന്റെ നേതൃത്വത്തിലുള്ള കമ്പനി ആരംഭിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വരുന്നത്. കമ്പനി ഇതിനായി സാധ്യതയുള്ള സ്ഥലങ്ങൾ വിലയിരുത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭ്യമായ റിപ്പോർട്ട് അനുസരിച്ച് മഹാരാഷ്ട്രയാണ് ടെസ്ല കൂടുതലായി പ്ലാന്റിന് വേണ്ടി പരിഗണിക്കുന്ന ഇടം. കൂടാതെ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിവരികയാണ് ടെസ്ല. ഇലോൺ മസ്ക് യുഎസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് കണ്ടതിനു പിന്നാലെയാണ് ടെസ്ലയുടെ വരവിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നത്. മോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മഹാരാഷ്ട്രയെ പ്രധാന ഇടമായി ടെസ്ല കാണുന്നതും. അതിനിടെ ടെസ്ലയുടെ ഇന്ത്യൻ വിപണിയിലേക്കുള്ള പ്രവേശനം സുഗമമാകുന്നതിന് ഇറക്കുമതി ചെയ്യുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കുറഞ്ഞ താരിഫ് ഉൾപ്പെടെയുള്ള ഇളവുകൾ മസ്ക് നേടിയിട്ടുണ്ടെന്നാണ് വിവരം. മഹാരാഷ്ട്രയ്ക്ക് നറുക്കു വീഴാൻ വേറെയും കാരണങ്ങളുണ്ട്. കമ്പനിക്ക് നിലവിൽ ഓഫീസുള്ള ഇടം കൂടിയാണ് പൂനെ. അത് കാരണം കൂടിയാണ് മഹാരാഷ്ട്രയെ ലിസ്റ്റിൽ ഫേവറേറ്റ് ആക്കുന്നത്. ടെസ്ലയുടെ പല വിതരണക്കാരും സംസ്ഥാനത്ത് സാന്നിധ്യമുള്ള ആളുകളുമാണ്. ഇത് സാധ്യതകൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. മഹാരാഷ്ട്ര സർക്കാർ പൂനെയ്ക്ക് സമീപമുള്ള ഛഗൻ ചിഖാലി എന്നിവയ്ക്കടുത്തായി ബന്ധപ്പെട്ട സൈറ്റുകൾ ടെസ്ലയ്ക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മെഴ്സിഡൈസ് ബെൻസ്, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, വോക്സ് വാഗൺ, ബജാജ് ഓട്ടോ തുടങ്ങിയ കമ്പനികളുടെ ആസ്ഥാനമാണ് ഛഗൻ. മേഖലയിലെ ഒരു പ്രധാന വാഹന നിർമ്മാണ കേന്ദ്രമാണ് ഇതെന്ന് സാരം. എന്നാൽ ഇക്കാര്യത്തിൽ ചർച്ചകൾ തുടരുകയാണെന്നും അന്തിമ ധാരണയിൽ എത്തിയിട്ടില്ലെന്നും മഹാരാഷ്ട്ര അധികൃതർ വ്യക്തമാക്കി. അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഒരു തുറമുഖത്തിന്റെ സാമീപ്യം പോലുള്ള ഘടകങ്ങളും ടെസ്ല ശ്രദ്ധാപൂർവം വിലയിരുത്തുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് ഇറക്കുമതി കൂടി മുന്നിൽ കണ്ടിട്ടാവും. അതേസമയം വേദാന്ത വോക്സ്കോൺ സെമി കണ്ടക്ടർ പ്ലാന്റ്, ടാറ്റ എയർബസ് വിമാന നിർമ്മാണ പദ്ധതി എന്നിവയുൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുൻപിൽ ഉയർന്ന നിക്ഷേപ പദ്ധതികൾ മഹാരാഷ്ട്രയ്ക്ക് നഷ്ടമായിരുന്നു. ഈ മോശം റെക്കോർഡ് മറികടക്കാൻ ടെസ്ലയെ പരമാവധി സംസ്ഥാനത്ത് തന്നെ നിലനിർത്താനാവും അവരുടെ ശ്രമം.